നമസ്കാരം. കഥാലോകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന കഥാപ്രേമികളായ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ കഥയാണ്. പറയപെറ്റ പന്തിരുകുലത്തിലെ 12 പേരിൽ ഒരാളായ നാറാണത്ത് ഭ്രാന്തൻ. ഒരു കവിതയൊക്കെയില്ലേ, 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. ആ നാറാണത്ത് ഭ്രാന്തന്റെ കവിതയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നാറാണത്ത് ഭ്രാന്തന്റെ കഥയിലേക്ക് വരാം. അപ്പൊ നാറാണത്ത് ഭ്രാന്തന്റെ ദിനചര്യ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് സൂര്യോദയം മുതൽ ഉച്ച വരെ അദ്ദേഹം വലിയ വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ ഉരുട്ടി വലിയ മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വലിയ പാറക്കല്ല് ഉരുട്ടി കൊണ്ടുവയ്ക്കുന്നതിന്റെ പ്രയാസം നമുക്കറിയാലോ. എന്നിട്ട് പോയി മലയുടെ മുകളിലെത്തിയിട്ട് അത് ഉരുട്ടി നിലത്തോട്ടിടും. അത് നിലത്തോട്ട് വീഴുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആനന്ദമാണ്. അപ്പൊ കൈകൊട്ടി ഇങ്ങനെ ചിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. ശരിക്കും അത് ചുറ്റിനുമുള്ളവർക്കത് ഭ്രാന്താണെന്ന് തോന്നും അദ്ദേഹം കാണിക്കുന്നത്. ശരിക്കും അത് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയാണ് അത് കാണിക്കുന്നത്. നമ്മൾ സുഖഭോഗങ്ങൾക്ക് പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യരെ കൂടി അവരുടെ നന്മയെ ഒന്നും കാണാതെ ഭോഗങ്ങൾക്ക് പുറകെ, സുഖ സൗകര്യങ്ങൾക്ക് പുറകെ ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാതെ എപ്പോ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാൻ നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പോലും ചിന്തിക്കാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ചിന്തിച്ചു നോക്കൂ, ഗുജറാത്ത് അഹമ്മദാബാദിലെ വിമാന അപകടം. അതിലുണ്ടായിരുന്ന ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് അവരുടെ അവസാനത്തെ ദിവസമാണെന്ന്. പലരോടും ഒരുപക്ഷെ വഴക്കുകൂടി അവരോട് വഴക്ക് മാറ്റാൻ ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പലർക്കും മാപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പലർക്കും ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി കാണും. പല കടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു തീർക്കാനുണ്ടാവും. അവരുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ പ്രണയിതാക്കളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു കാണും. പലതും അവർ ചെയ്തു തീർന്ന് കാണില്ല. അപ്പോൾ ഏത് നിമിഷവും നമ്മൾ മരിച്ചു പോകും. ആ ചിന്തയിൽ വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് ചെയ്തു തീർക്കാനുള്ള എല്ലാം അപ്പപ്പോ ചെയ്തു തീർക്കാം. ഏത് നിമിഷം വേണമെങ്കിലും കൊഴിഞ്ഞു വീഴാവുന്ന ജീവിതമാണ് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത അതാണ് അവിടെ പറയുന്നത്. രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ പറയാറില്ലേ, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല തേജസ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല തേജസ ഭോഗങ്ങൾ തേടുന്നു. അതായത് അതിന്റെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എന്നാലും അതിന്റെ മെയിൻ ആയിട്ടുള്ള അർത്ഥം ഞാൻ പറയാം. പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഇര തേടുന്നത് പോലെയാണ് നമ്മൾ മനുഷ്യർ. എപ്പോ വേണമെങ്കിലും നമ്മളുടെ മുകളിലേക്ക് നമ്മുടെ ആയുസ് അറ്റുപോകാം. എന്നിട്ട് നമ്മൾ സുഖ സൗകര്യങ്ങൾക്ക് പുറകെയും ഭോഗങ്ങൾക്ക് പുറകെയും പായുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള എപ്പോ വേണമെങ്കിലും പാമ്പ് വായടച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് തവള ഈച്ചയെ പിടിക്കാൻ പോകും. ഭോഗങ്ങൾക്ക് പുറകെ സൗകര്യങ്ങൾക്ക് പുറകെ മനുഷ്യൻ പോകുന്നു. അതാണ് എനിക്ക് ഈ ഓർമ്മ വരുന്നത്. നാറാണത്ത് ഭ്രാന്തൻ ഈ കല്ലുരുട്ടുന്നു മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത എന്ന് പറയുമ്പോൾ. നമുക്ക് കഥയിലേക്ക് വരാം. അപ്പോ നാറാണത്ത് ഭ്രാന്തന്റെ ദിനചര്യ എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹം പാറക്കല്ലൊക്കെ എടുത്ത് ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉരുട്ടി താഴോട്ടിടും. എന്നിട്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. പിന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹത്തിനുണ്ട്. ഉച്ചയൊക്കെ ആവുമ്പോഴേക്കും അദ്ദേഹം ഓരോ വീടുകളിൽ ഭിക്ഷ യാചിക്കാൻ പോകും. എന്നിട്ട് കിട്ടുന്ന അരിയോ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ അദ്ദേഹം രാത്രിയാകുമ്പോൾ അല്ലെ വൈകുന്നേരം ആകുമ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. ഇതാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. പിറ്റേന്ന് വീണ്ടും പഴയ പരിപാടി തുടങ്ങും. രാവിലെ ആകുമ്പോൾ സൂര്യോദയം ആകുമ്പോൾ കല്ലുരുട്ടും. ഉച്ചവരെ കല്ലുരുട്ടി മുകളിലെത്തി താഴോട്ടിടും. ഉച്ച തൊട്ട് ഓരോ വീടുകളിൽ ഭിക്ഷ യാചിക്കാൻ പോയി കിട്ടുന്ന ഭക്ഷണം ആഹാര സാധനം എവിടെയാന്ന് വെച്ചാൽ അത് പാകം ചെയ്ത് വൈകിട്ട് കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ രാവിലെ കല്ലൊക്കെ ഉരുട്ടി അതെല്ലാം നിലത്തിട്ട് വളരെ ആനന്ദത്തോടു കൂടി കൈകൊട്ടി ചിരിച്ച് സന്തോഷിച്ച് അദ്ദേഹം കിട്ടിയ ഭക്ഷണമൊക്കെ വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹം ഒരു ശ്മശാനത്തിലെത്തി, ഒരു ചുടുകാട്ടിലെത്തി. അപ്പോ പല ജഡങ്ങളും അവിടെ ദഹിപ്പിക്കുന്നുണ്ടല്ലോ. ഏതോ ഒരു പട്ടടയിൽ നിന്ന് അദ്ദേഹം 3 കല്ലുകളെടുത്ത് അതിനടുത്ത് കിടന്ന 3 കല്ലുകളെടുത്ത് അദ്ദേഹം കൂട്ടി വെച്ച് അടുപ്പ് കൂട്ടി.
എന്നിട്ട് അവിടുന്ന് തന്നെ തീക്കനലുകൾ എടുത്ത് ഈ അടുപ്പിലേക്ക് കത്തിച്ച് തീ കൂട്ടി. എന്നിട്ട് കയ്യിലൊരു ചെമ്പുപാത്രമുണ്ട്, ഭിക്ഷ യാചിക്കാൻ ഉപയോഗിക്കുന്ന ആ ചെമ്പുപാത്രത്തിൽ അന്ന് കിട്ടിയ അരി ഇട്ടിട്ട് ആ അരിയിലോട്ട് തന്നെ വെള്ളവും തിളപ്പിച്ച്, അടുത്തൊരു പുഴയുണ്ട്, പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളം ഒഴിച്ച് അടുപ്പ് കത്തിച്ച് തീ കൂട്ടി ആ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ചോറുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് നല്ല മഞ്ഞുകാലമാണ്. അപ്പോൾ അദ്ദേഹം മഞ്ഞുകാലമാകുമ്പോൾ തീ കായ നല്ല സുഖമാണ്. അദ്ദേഹത്തിന് ഒരു കാലിൽ, ഇടത് കാലിൽ മന്തുണ്ട്. ആ മന്തുള്ള കാല് അടുപ്പിന്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് സുഖമായി ഇരുന്ന് തീ കായാൻ തുടങ്ങി. ചെറുതായ ഉറക്കവും വരുന്നുണ്ട്. കാരണം ഇത്രയും നേരം പണിയെടുത്തതല്ലേ, കല്ലൊക്കെ ഉരുട്ടി ഭിക്ഷ യാചിച്ച് ക്ഷീണവും ഉണ്ടല്ലോ. അങ്ങനെ ഒരു കാല് ഇങ്ങനെ മന്തുള്ള കാല് അടുപ്പിന്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ചെറുതായി മയങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും അത് ചുടുകാടല്ലേ. ചുടുകാടായപ്പം അവിടെ ചുടല ഭദ്രകാളിയും പ്രേത പിശാചുക്കളും ഒക്കെ അവിടെ എത്തി. അവരെന്ന് നൃത്തം ചെയ്യുന്ന സ്ഥലമാണ് ഈ ചുടുകാട്. അപ്പൊ അവരെ നോക്കിയപ്പോ ആരോ ഒരാൾ അവിടെ ഇരിക്കുന്നു. സാധാരണ അങ്ങനെ പതിവുള്ളതല്ല. അപ്പൊ അവര് ചോദിക്കും, ആരാണ് നീ എന്ന് ചോദിക്കും. അപ്പോ നാരായണത്ത് ഭ്രാന്തന് ദേഷ്യം വരും. നിങ്ങൾക്കെന്താ മുഖത്ത് കണ്ണില്ലേ, ഞാനൊരു മനുഷ്യനാഹേ എന്ന് പറയും. അതേ ധാർഷ്ട്യത്തോടു കൂടി തിരിച്ചടിക്കും. അപ്പൊ അവര് തന്നെ ഞെട്ടും. അപ്പൊ അവരുടനെ പറയും, നിങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറയും. അപ്പൊ ഉടനെ നാരായണത്ത് ഭ്രാന്തൻ പറയും, എനിക്ക് തൽക്കാലം പോവാൻ ഭാവമില്ല എന്ന് പറയും. അപ്പൊ പറയാം, എങ്കിൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും എന്ന് ഭദ്രകാളിയും ബാക്കി പിശാചുക്കളും കൂടെ പറയും. അപ്പൊ പറയും, നിങ്ങൾ പേടിപ്പിക്കാമെങ്കിൽ നിങ്ങൾ പേടിപ്പിച്ചോ, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളൊരു ഭാവത്തിൽ നാരായണത്ത് ഭ്രാന്തൻ ഇരിക്കും. അപ്പൊ ഉടനെ ഈ ചുടല ഭദ്രകാളിയും പ്രേത പിശാചുക്കളും ഒക്കെ ചേർന്നിട്ട് കണ്ണൊക്കെ ഉരുട്ടി നാവൊക്കെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് പല്ലുകളൊക്കെ ഇങ്ങനെ കാണിച്ച് അട്ടഹാസവും ശബ്ദവും ഒക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് പേടിക്കും. ഒരു സാധാരണ മനുഷ്യരിൽ ആരാണെങ്കിലും ആ ചുടുകാട്ടിൽ അത്രയും വലിയ അട്ടഹാസവും ബഹളവും ഇവരുടെ രൂപവും ഒക്കെ കാണുമ്പോൾ എന്തായാലും പേടിച്ച് വറച്ചു പോകും. പക്ഷെ നമ്മുടെ നാരായണത്ത് ഭ്രാന്തൻ സാധാരണക്കാരനല്ലല്ലോ. നാരായണത്ത് ഭ്രാന്തൻ ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് ഇവര് തന്നെ ഞെട്ടും. അപ്പൊ അവസാനം അവര് ലജ്ജിച്ച് തലതാഴ്ത്തി നാരായണത്ത് ഭ്രാന്തനോട് നമ്മുടെ ചുടല ഭദ്രകാളി പറയും, ഞങ്ങൾ ക്ഷമയാചിക്കുന്നു, അങ്ങൊരു സാധാരണക്കാരനല്ല, ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ നൃത്തം ചെയ്യാനുണ്ട്, അങ്ങ് ദയവ് ചെയ്ത് ഇവിടുന്ന് പോകണം എന്ന് പറയും. അപ്പൊ പറയും, നിങ്ങൾക്ക് നൃത്തം ചെയ്യാനുള്ളത് പോലെ തന്നെ ഞാൻ എവിടെയാണോ എനിക്ക് തീയും പുകയും ഒക്കെ കിട്ടുന്നത് ആ സ്ഥലത്ത് ഞാൻ ഭക്ഷണം പാകം ചെയ്യും, അവിടെ തന്നെ കിടന്നുറങ്ങും. അതാണ് എൻ്റെ പതിവ്, എനിക്ക് എൻ്റെ പതിവ് മാറ്റാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്ക് നൃത്തം ചെയ്യണമെന്ന പതിവുള്ളത് പോലെ എൻ്റെ പതിവ് ഇതാണ്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നാരായണത്ത് ഭ്രാന്തനും പറയും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ തന്നെ നൃത്തം ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും. നിങ്ങളതേ ആ ഭാഗത്ത് അവിടെ നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോ, ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല, നിങ്ങൾ അവിടെ ചെയ്തോ എന്ന് പറയും. ഉടനെ ചുടല ഭദ്രകാളി പറയും, ഞങ്ങൾ നൃത്തം ചെയ്യുന്നത് മറ്റാരും കാണാൻ പാടില്ല, പ്രത്യേകിച്ച് മനുഷ്യര്. അതുകൊണ്ട് ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ നിർവാഹമില്ല, അങ്ങ് ദയവ് ചെയ്ത് പോകണം എന്ന് പിന്നെയും പറയും. അപ്പോ നാരായണത്ത് ഭ്രാന്തൻ പോകാൻ ഭാവമില്ല. ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ, എന്റെ ചോറ് ഏകദേശം കാലമായി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി എന്ന് നാരായണത്ത് ഭ്രാന്തൻ പറയും. ഒടുക്കം ഇവര് തോൽവി സമ്മതിച്ച് അവസാനം ചുടല ഭദ്രകാളി പറയും, ശരി ഞങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളാം, പക്ഷെ ഞങ്ങൾക്ക് വേറൊരു വ്യവസ്ഥയുണ്ട്. ഏതെങ്കിലും മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകിൽ അവർക്ക് ശാപം കൊടുക്കണം, അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ നിയമം. അങ്ങൊരു വളരെ നല്ല മനുഷ്യനുമാണ്, അങ്ങൊരു ദിവ്യനുമാണ്, അങ്ങേക്ക് ഒരിക്കലും ശാപം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങേക്ക് അനുഗ്രഹം തരാനാണ് ഞങ്ങളുടെ ആഗ്രഹം, ഒരു വരം പോലെ ഒരു അനുഗ്രഹം തരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് എന്ത് അനുഗ്രഹം, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കാൻ പറയും. ഉടനെ നാരായണത്ത് ഭ്രാന്തന് പിന്നെയും ദേഷ്യം വരും. ഇത് വലിയ കുരിശായല്ലോ, എങ്ങനെയെങ്കിലും ഇതുങ്ങളെ ഒഴിപ്പിച്ച് വിടാന്ന് നോക്കുമ്പോൾ ഇനി ഇതേ വരം ചോദിക്കണം. അപ്പൊ പറയാം, എനിക്ക് പ്രത്യേകിച്ച് വരമൊന്നും വേണ്ട, നിങ്ങൾ പോയി തന്നാ മതി എന്ന് പറയും. അപ്പൊ ഉടനെ അവര് പറയാം ഇല്ല, എന്തെങ്കിലും വരം അങ്ങ് ചോദിച്ചേ പറ്റൂ എന്ന് പറയും. ഉടനെ നാരായണത്ത് ഭ്രാന്തൻ പറയും, ഞാൻ എന്നാ മരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കും.
അപ്പൊ അവര് പറയും, ചുടലഭദ്രകാളി പറയും, ഇന്നത്തേക്ക് ഇനി ഒരു 36 വർഷവും ഒരു 12 മാസവും പിന്നെ 6 ദിവസവും അങ്ങനെ പിന്നെ നാഴികയും വിനാഴികയും ഒക്കെ കൃത്യമായിട്ട് പറയും. ഏകദേശം സമയം പറയും, ഇത്ര നാള് കഴിഞ്ഞിട്ട് നിങ്ങൾ മരിക്കുമെന്ന് പറയും. ഉടനെ നാരായണത്ത് ഭ്രാന്തൻ പറയും, ശരി എങ്കിൽ ആ മരിക്കുന്ന ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ കൂടുതൽ എന്നെ ജീവിപ്പിക്കാവോ എന്ന് ചോദിക്കും. ഉടനെ ചുടലഭദ്രകാളി പറയും, അത് ഞങ്ങളുടെ പരിധിയിലുള്ളതല്ല, അത് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതല്ല. ഒരു ദിവസമൊന്നല്ല, ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് കൂട്ടിത്തരാൻ പറ്റത്തില്ല എന്ന് പറയും. ഉടനെ അടുത്തത് നാരായണത്ത് ഭ്രാന്തൻ പറയും, എങ്കിൽ ശരി, നിങ്ങൾക്ക് കൂട്ടിത്തരാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ മരിക്കുന്ന ദിവസം നിങ്ങൾ പറഞ്ഞല്ലോ, അതിനേക്കാൾ ഒരു ദിവസം മുമ്പോട്ട് തലേ ദിവസം ഞാൻ മരിക്കുക, അങ്ങനെയുള്ള നിലയിൽ ഒരു വരം തരാൻ പറയും. ഉടനെ ചുടലഭദ്രകാളി പറയും, കൂട്ടുന്നത് പോലെ തന്നെ കുറയ്ക്കാനും ഞങ്ങൾക്ക് അധികാരമില്ല, ഒരു നിമിഷം പോലും കുറയ്ക്കാനും ഞങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങ് വേറെ എന്തെങ്കിലും വരം ചോദിക്കും എന്ന് പറയും. ഉടനെ നാരായണത്ത് ഭ്രാന്തന് ദേഷ്യം വരും. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, നിങ്ങളെ കൊണ്ട് ഒരു വരവും തരാൻ പറ്റത്തില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വരം വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലെത്തും നാരായണത്ത് ഭ്രാന്തൻ. ഉടനെ ചുടലഭദ്രകാളിയും പ്രേത പിശാചുക്കൾ അവരെല്ലാരും കൂടി പറയും, അങ്ങ് എന്തെങ്കിലും വരം ചോദിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലായി. നാരായണത്ത് ഭ്രാന്തന്റെ അവസ്ഥയെത്തും. കാരണം ചോറ് ശരിയായിരിക്കുന്നു, വിശക്കുകയും ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുകയും ചെയ്യണം, ഇവരിങ്ങനെ പിന്നെയും വർത്തമാനം പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാ പ്രയോജനമൊന്നും ഇല്ലതാണ്. അവസാനം നാരായണത്ത് ഭ്രാന്തൻ പറയും, ശരി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയാം, ദേ എന്റെ ഇടത്തെ കാലില് മന്തുണ്ട്, ആ ഇടത്തെ കാലിലുള്ള മന്ത് വലത്തെ കാലിലോട്ട് മാറ്റിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കും. അവസാനം അവര് പറയാം, ആ ശരി അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ ഇടത്തെ കാലിലുള്ള മന്ത് വലത്തെ കാലിലോട്ട് മാറ്റിക്കൊടുക്കും. അങ്ങനെ ഇത് പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഈ ചുടലഭദ്രകാളിയും പ്രേത പിശാചുക്കളും അവിടെ നിന്ന് പോകും. അങ്ങനെ നാരായണത്ത് ഭ്രാന്തൻ ചോറൊക്കെ കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങും. പിറ്റേന്ന് തന്റെ പതിവ് പരിപാടി ചെയ്യുകയും ചെയ്യും. ഇനി നാരായണത്ത് ഭ്രാന്തന്റെ മറ്റൊരു സംഭവം പറയാം, ദിവ്യത്വം കാണിക്കുന്ന മറ്റൊരു സംഭവം. അദ്ദേഹത്തിന്റെ വേറൊരു പരിപാടി എന്താന്ന് വെച്ചാൽ, കട്ടുറുമ്പോളൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അദ്ദേഹം അതിനെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ കട്ടുറുമ്പിനെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പൊ വേറൊരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ വന്ന ആൾക്ക് ശരിക്കും വയറുവേദനയുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ വന്നിട്ട് എത്രയായി എന്ന് ചോദിക്കും. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറയും, 10,000 പോയി, ഇനിയൊരു 10,000 കൂടെ പോകാനുണ്ട്, പോയി കഴിഞ്ഞാൽ എല്ലാം സുഖാവും എന്ന് പറയും. ശരിക്കും വന്ന ആൾക്ക് വയറുവേദനയുണ്ട്, അത് മാത്രമല്ല ചികിത്സക്ക് എല്ലാം കൂടി അയാളുടെ കാരണം ഇതുവരെ 10,000 രൂപ ചെലവായി. അപ്പൊ ഇനിയൊരു 10,000 രൂപ അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനി ചെലവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ 10,000 കൂടെ ചെലവാക്കി കഴിഞ്ഞാൽ അസുഖം മാറും എന്നാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കിയ ബുദ്ധിമാനായ അയാള് ബാക്കിയുള്ള 10,000 രൂപയെ മാറ്റിവെച്ചത് പലവിധ ചികിത്സകളും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്തു. അപ്പോഴേക്കും അയാളുടെ വയറുവേദന മാറി. ഇതാണ് നാരായണത്ത് ഭ്രാന്തന്റെ മറ്റൊരു കഥ. ഇങ്ങനെ ഒരുപാട് ദിവ്യത്വങ്ങൾ കാണിക്കുന്ന നാരായണത്ത് ഭ്രാന്തന് ഇനിയും ഒരുപാട് കഥയുണ്ട്. നാരായണത്ത് ഭ്രാന്തന്റെയും അതുപോലുള്ള മറ്റ് പറയപ്പെട്ട പന്തിരുകുലത്തിലെ മറ്റ് ആൾക്കാരുടെ കഥകളുമായി ഞാൻ അടുത്ത ദിവസം എത്താം. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.